വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗോൾഡിൽ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഏരിയ തന്നെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൊരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിന്റെ ഉള്ളിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു രണ്ട് ഏരിയനെ, അതായത് റേഞ്ചിന്റെ ഹൈനെയും ലോയിനെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ്. ഇന്ത്യൻ സമയം 7 മണിക്ക് USDയിൽ 3 പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നുണ്ട്. ഒന്ന്, ആവറേജ് അവർലി ഏർണിംഗ് മന്ത്ലി വരുന്നുണ്ട്. അതുപോലെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ആവറേജ് അവർലി ഏർണിംഗ് നോക്കാം. ആവറേജ് അവർലി ഏർണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ കിട്ടുകയാണെങ്കിൽ അത് കറൻസിക്ക് നന്നാവുമെന്നാണ്. അതുപോലെ തന്നെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച്, അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും മുകളിൽ ഒരു ഫിഗർ കിട്ടുകയാണെങ്കിൽ നന്നാവുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ നോക്കിയാൽ കാണാം വളരെ കുറവായിരുന്നു, 12K ആയിരുന്നു. ഇത്തവണ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ 21K ആണ്. അവര് കുറച്ച് തൊട്ട് താഴെയാണെങ്കിൽ പോലും കറൻസിക്ക് നന്നാവാനുള്ള സാധ്യത ഉണ്ട്. കറൻസിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫോർകാസ്റ്റുമാണ് കാണുന്നത്. വളരെ കൂടുതലുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് കാണുന്നത്. എന്തായാലും റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നോക്കുക. അടുത്തത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 4.1%, ഫോർകാസ്റ്റ് 4.1% ആണ്. അതിന്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതും ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി, അതായത് 4.1-നേക്കാളും താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് നന്നാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. പ്രത്യേകിച്ചും ആ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം അതുപോലെ തന്നെ നല്ല രീതിയിൽ വളറ്റൈൽ ആവുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ചാടിക്കയറി ട്രേഡ് എടുക്കാതിരിക്കുക. ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൈസ് ആക്ഷനോ മറ്റോ തന്നതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് നോക്കുക. അപ്പൊ ഇത്രയാണ് ന്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസിന് നോക്കാം. 4 അവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇന്നലെ താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വരവ് മാത്രമല്ല, അത് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു നല്ലൊരു ഇംബാലൻസ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് എടുത്തിട്ടുണ്ട് ക്യാൻഡില്. എന്തായാലും അതിന് ഇംബാലൻസ് ആയി തന്നെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഒരു ലോയുണ്ട്, റേഞ്ച് ലോയുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ച് ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ സഡൻ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് മുകളിലോട്ട്. അങ്ങനെ വരികയാണ് നല്ലൊരു ക്യാൻഡിലൊക്കെ മുകളിൽ വന്ന്, അല്ലെങ്കിൽ നല്ലൊരു പാറ്റേൺ മുകളിൽ വന്നു കഴിഞ്ഞു റീടെസ്റ്റ്, വീണ്ടും ഇതിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബൈ എൻട്രി ലോങ് ടൈമിന് കാണുന്നുണ്ട്. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഇംബാലൻസിലേക്ക് കാണുന്നുണ്ട്. എനിവേ അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും തൽക്കാലം ഇപ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടാം. 4 അവറിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതും ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണിട്ടുണ്ട്. പിന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീഴ്ച തന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു സപ്ലൈ ഏരിയയും കൂടിയാണ്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു നല്ല ബ്രേക്ക് തന്ന ഏരിയ ആണ്. ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഏരിയനെ കുറിച്ച് പറഞ്ഞു മൾട്ടിപ്പിൾ ടൈം. കുറച്ച് വന്ന് സപ്പോർട്ട് എടുത്ത ഏരിയ ആയിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസും ഉണ്ട്. ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത ഇംബാലൻസ് ആണ്, എന്നാലും ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ ചെയ്യുന്നത്. ഇനി ഇതും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊരു ടെസ്റ്റ് കിട്ടാത്ത ഏരിയ മാത്രമല്ല, ഇവിടെ കുറച്ച് നേരം മാർക്കറ്റ് ഒന്ന് ഏരിയ ആണ്. അപ്പൊ ഏരിയ മാർക്ക് ചെയ്ത് ഇടുക.
അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. 1 അവറിൽ ഇപ്പോൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. ഇവിടുന്ന് ഒരു സെൽ എൻട്രി ഉണ്ട്. കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയ, ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. സെൽ എൻട്രി ഉണ്ട്. ഇപ്പൊ സെൽ എൻട്രി ആണ് തൽക്കാലം കാണുന്നത്. ഇനി ബൈ എൻട്രിയുടെ സാധ്യത നമുക്കൊന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം. അതിനുവേണ്ടി 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയാസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എൻട്രി സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ 50 മിനിറ്റ്സിലോട്ട് നോക്കുന്നത്. 50 മിനിറ്റ്സിൽ കറന്റ് ഒരു ബൈക്കുള്ള ഒരു ചെറിയൊരു ഹോപ്പ് കാണുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു വീഴ്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ചാടി എടുക്കാൻ പറ്റില്ല. ഒരു കൺഫർമേഷൻ വേണം. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. സെൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലോയെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റേഞ്ചിന്റെ ലോയെ എക്സ്പെക്ട് ചെയ്യാം. റേഞ്ചിന്റെ ലോയിലേക്ക് എത്തുന്ന സമയത്ത് സൂക്ഷിക്കുക. ഒരുപക്ഷെ സഡൻ മൂവ്മെന്റ് മുകളിലോട്ട് തരാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. മാത്രമല്ല അതിന്റെ താഴെ ഒരു സപ്പോർട്ടും ഉണ്ട്. അപ്പൊ ഈ ഏരിയയിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു സഡൻ മൂവ്മെന്റ് മുകളിലോട്ട് തന്നു കഴിഞ്ഞ് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം. അങ്ങനെ ബൈ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ഹൈയിലേക്ക് വെക്കാം. അല്ല ഇവിടെ ഇത് റീടെസ്റ്റ് ചെയ്യാതെയാണ് താഴോട്ടേക്ക് വരുന്നതെങ്കിൽ ഇവിടേക്ക് വെക്കാവുന്നതാണ് ടാർഗറ്റ്. ഇതും കഴിഞ്ഞ് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വരികയാണ്. അതായത് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോയി ഈ ഒരു ഇംബാലൻസിലേക്ക് വരെ വെക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബൈയുടെയും സെല്ലിന്റെയും ഓപ്പർച്യൂണിറ്റി. ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് എന്നും പറയുന്ന പോലെ ഒരു ടൈറ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു പാരിഷ് മോഡലാണ് ഇപ്പൊ അപ്രൈസ് ചെയ്യുന്നത്. ഒരു റേഞ്ചിന്റെ ലോയിനെയാണ്. അപ്പൊ ആ ലോയിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റേഞ്ചിന്റെ ഹൈയിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ അതിന്റെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിനെ ഓൾറെഡി വന്ന് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. നോക്കിയാൽ കാണാം. എങ്കിലും കുറച്ച് ബാക്കിയുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു റേഞ്ച് ലോയിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ വീണ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. എവിടം വരെ പോകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയില്ല. എന്തായാലും 1 അവറിന്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ, ഇതിന് നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. നോക്കിയാൽ കാണും ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ആണ്. ആ ഒരു ഡിമാൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ നല്ലൊരു റിയാക്ഷൻ കിട്ടാനുള്ള അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. ഇവിടെ നിന്നൊരു ചെറിയ സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുക. നല്ലൊരു കൺഫർമേഷൻ വേണം. അതുപോലെ തന്നെ ബൈ എന്ന് പറയുന്നത് തൽക്കാലം പറയുന്നില്ല. ഇതിന് മുകളിൽ എവിടേക്കെങ്കിലും കയറിയാൽ മാത്രമേ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് നല്ലോണം വീണ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ബൈ ഇപ്പൊ എടുത്ത അവസ്ഥയിൽ പറയുന്നില്ല. ഇവിടെ എത്തുന്ന സമയത്ത് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ അനാലിസിസ്. ഇപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഇന്ന് പറഞ്ഞ പോലെ തന്നെ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ട്രേഡ് ഓട്ടോമാറ്റി ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.